ഞങ്ങളിവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇപ്പോൾ വരാം. ഡ്യൂട്ടി എങ്ങനെയാ? റെഗുലർ ആയിട്ട് എപ്പോഴും ഡ്യൂട്ടീസ് എല്ലാ ദിവസവും നമുക്ക് ഡ്യൂട്ടി? ഞങ്ങൾ എൻഡോസ്കോപ്പി ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പോൾ ഞങ്ങൾ എൻഡോസ്കോപ്പി. അപ്പോൾ ഞങ്ങൾക്ക് നൈറ്റ് ഷിഫ്റ്റ് അധികം ഉണ്ടാവില്ല, ഡേ ഷിഫ്റ്റ്സ് ആണ് കൂടുതലും. അപ്പോൾ പിന്നെ ഓൺ കോൾ എന്തെങ്കിലും എമർജൻസി കേസ് വരികയാണെങ്കിൽ മാത്രം ഓൺ കോൾ ഷിഫ്റ്റ് ഉണ്ടാവും. എത്ര മണി തൊട്ട് എത്ര മണി വരെ? ഞങ്ങൾക്ക് 3 ഷിഫ്റ്റ് ആയിട്ടാണ്, പക്ഷെ അതെല്ലാം ഡേ ഷിഫ്റ്റ് ആണ്. 8 to 6 ഉണ്ട്, 7:30 to 5 ഉണ്ട്, 9 to 7 ഉണ്ട്. അങ്ങനെയുണ്ടല്ലോ അല്ലേ ഷിഫ്റ്റ്? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. നിങ്ങൾക്കൊരു വർഷം ഏതെല്ലാം ലീവ് കിട്ടും? അതായത് പെയ്ഡ് ആയിട്ടുള്ളത് പൈസ കിട്ടുന്ന ഏതെല്ലാം ലീവ് കിട്ടും? അത് എത്ര ദിവസം വരെ കിട്ടും? നമുക്ക് ആദ്യം ആനുവൽ ലീവ് ഉണ്ട്, പിന്നെ സിക്ക് ലീവ് ഉണ്ട്. ഈ ആനുവൽ ലീവ് നിങ്ങൾക്ക് എത്ര ദിവസമാണ് കിട്ടും ഒരു വർഷം? അത് നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് ബേസിസ് അത് മാറ്റം വരും. എനിക്ക് തോന്നുന്നു തുടക്കമൊക്കെ വരുമ്പോൾ ഒരു 7 വീക്കാണ് തുടക്കത്തിൽ കിട്ടുന്നത്. പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് NHS കൂടുതലനുസരിച്ച് അതിന് മാറ്റം വരുന്നതാണ് എൻ്റെ ഒരു അറിവ്. അത് പെയ്ഡ് ആയിരിക്കും. നമുക്ക് നാട്ടിലൊക്കെ പോകണമെങ്കിൽ ശരിക്കും നമുക്ക് മാക്സിമം 3 വീക്സാണ് എടുക്കാൻ പറ്റുക. അതിൽ കൂടുതൽ നമുക്ക് എടുക്കണമെങ്കിൽ നമുക്ക് മാനേജറിൻ്റെയോ അല്ലെങ്കിൽ മേറ്ററിൻ്റെയോ പെർമിഷൻ വേണം. ജെനുവിൻ റീസൺ ആണെങ്കിൽ അവർ തരും നമുക്ക് ലീവ്. പിന്നെ നമുക്ക് സിക്ക് ലീവ് ഉണ്ട്. അത് ഒരു ഇയറിൽ 3 എപ്പിസോഡ്സ് ആയിട്ട് 21 ഡേയ്സ്, അപ്പോൾ 7 ദിവസം വെച്ചിട്ട് 3 എപ്പിസോഡ്സ് എടുക്കാം. അതിൽ കൂടുതൽ നമുക്ക് സിക്ക് ലീവ് വേണമെങ്കിൽ ഒന്നെങ്കിൽ GPയുടെ ലെറ്റർ ഉണ്ട്, ജെനുവിൻ റീസൺ ആണെങ്കിൽ എക്സ്ട്രാ ഇത് എടുക്കാം നമുക്ക്, പക്ഷെ അതും പെയ്ഡ് കിട്ടും. പിന്നെ കമ്പാഷനേറ്റ് ലീവ് ഉണ്ട്, ആരുടെയും ഡെത്ത് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അത് എനിക്ക് ഒരു എപ്പിസോഡ് 5 days ആണ് മാക്സിമം. പിന്നെ ഡിപ്പെൻസ് ഓൺ മാനേജറിൻ്റെ ഇതനുസരിച്ചിരിക്കും. പിന്നെ കുട്ടികളുണ്ടെങ്കിൽ കെയറർ ലീവ് ഉണ്ട്, പിന്നെ സ്ട്രെസ് ലീവ് ഉണ്ട്. സ്ട്രെസ് ലീവ് എന്താണ്? ഇത് കുറേ പേര് പറഞ്ഞ് കൊതിപ്പിക്കുന്ന ലീവാണ്. ഞങ്ങൾ ഇതുവരെ അധികം അങ്ങനെ അത് പക്ഷേ നമ്മൾ ഈ PR കിട്ടണതിന് മുന്നേ ശരിക്കും PR കിട്ടണതിന് മുന്നേ നമ്മളുടെ കേസിലാണെങ്കിൽ PR കിട്ടണതിന് മുന്നേ നമ്മൾ സ്ട്രെസ് ലീവ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ PRനെ അത് ബാധിക്കും എന്ന് പറയും. പക്ഷേ സ്ട്രെസ് ലീവ് ഉണ്ട്. പിന്നെ മെറ്റേണിറ്റി ലീവിലാണ് വരുന്നത്. അതെനിക്ക് തോന്നുന്നു നമ്മൾ ട്രസ്റ്റിൽ ഒരു 1.5 years എങ്കിലും നമ്മൾ കഴിയണം പക്ഷെ എനിക്കത് കൃത്യം എനിക്ക് അറിയില്ല, അങ്ങനെ എന്തോ കഴിയണം. അതിനുശേഷമാണ് നമുക്ക് മെറ്റേണിറ്റി ലീവ് ശരിക്കും നമുക്ക് ഒരു ഗ്രാൻഡ് ചെയ്യുള്ളൂ. ഞാനിപ്പോൾ 5 വർഷമായി. അത് എത്ര പീരീഡ് വരെ പേ കിട്ടും അതിന്? എനിക്ക് തോന്നുന്നു നമുക്ക് മെറ്റേണിറ്റി ലീവിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ ആ വർഷം നമുക്കുള്ള ആനുവൽ ലീവ്സ് നമുക്ക് കംപ്ലീറ്റ് എടുക്കാം. അതിനുശേഷം നമുക്ക് അപ് ടു 12 months വരെ നമുക്ക് എടുക്കുന്ന 9 to 12 months വരെ എടുക്കുന്നവരുണ്ട്. 9 മാസം മുതൽ 12 മാസം വരെ എടുക്കും. പക്ഷെ നമുക്കപ്പം വിത്ത് പേ ആണ്, പക്ഷെ ആ പേ ഗ്രാജുവലി കുറഞ്ഞു വരും. ബേസിക് പേയുടെ ഒരു എമൗണ്ട് ആണ് നമുക്ക് കിട്ടുന്നത്, പക്ഷെ അത് കമ്പാരിറ്റീവ്ലി ബേസിക് പേനേക്കാളും കുറച്ച് കുറവായിരിക്കും. ജോലി എങ്ങനെയാണ്? ഇപ്പം നിങ്ങൾ സാധാരണ നഴ്സിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മേഖലയിൽ ചെയ്യുന്ന അങ്ങനെ ഏതെല്ലാം ജോബ് ഓപ്പർച്യൂണിറ്റികൾ അതിനകത്തുള്ളത്? ഈ ക്രിസ്റ്റി പറയും. നിങ്ങൾ എന്ത് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത്? ഞാൻ എൻഡോസ്കോപ്പി. ഞങ്ങൾ എൻഡോസ്കോപ്പി ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പോൾ അതിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? നിങ്ങൾക്ക് എന്താണ്? ഞങ്ങൾക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഞങ്ങൾക്ക് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഗ്യാസ്ട്രോസ്കോപ്പി ഉണ്ട്, കൊളോണോസ്കോപ്പി ഉണ്ട്, കുറേ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രൊസീജിയേഴ്സ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ചും കൂടി ആ പ്രൊസീജിയേഴ്സ് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ എക്സ്പോഷർ ആവുന്നത്. അതായത് അത് നഴ്സിംഗ് കുറച്ചും കൂടി വ്യത്യസ്തമായി നമ്മളത്. നിങ്ങൾക്ക് എങ്ങനെ ഈ ജോലി എങ്ങനെ കിട്ടി? നമ്മൾ ആദ്യം വന്നത് ഇങ്ങനെ നാട്ടിൽ നിന്ന് ഓരോ ഏജൻസി ത്രൂ നമുക്ക് റിക്വയർമെൻറ്റ്സ് ആയി കഴിഞ്ഞപ്പം നമ്മൾ വന്നപ്പോൾ നമുക്കൊന്നും എൻഡോസ്കോപ്പി ആയിരുന്നില്ല. നമ്മളൊക്കെ വാർഡ് ഏരിയയിലായിരുന്നു. ക്രിസ്റ്റി ആണെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് വന്നപ്പം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അത് ക്ലിയർ ചെയ്ത് അങ്ങനെ. ഇങ്ങോട്ടേക്ക് വരാനോ? നമ്മുടെ ടിക്കറ്റും നമ്മുടെ പേഴ്സണൽ സാധനങ്ങളും മാത്രം. പക്ഷേ പേഴ്സണൽ സാധനങ്ങൾ വാങ്ങിച്ചതിൻ്റെ ഒഴികെയുള്ള ബാക്കി എല്ലാ എക്സ്പെൻസും ഇവിടെ വന്നപ്പോൾ ട്രസ്റ്റ് തന്നു. ഈവൻ നമുക്ക് ടിക്കറ്റ് വരെ അവർ റീഫണ്ട് ചെയ്തു. OET നമ്മുടെ പിന്നെന്താ എല്ലാ എക്സാംസ് എഴുതിയതിൻ്റെ എല്ലാ പേയ്മെൻറ്റും എല്ലാം അവരൊരു ഇവിടെ വന്നൊരു 1.5 വീക്കിൻ്റെ ഉള്ളിൽ അവരത് പേ ചെയ്തു. നമുക്ക് എൻഡോസ്കോപ്പി ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിട്ട് തോന്നുന്നു. നമുക്ക് കുറച്ചുകൂടെ നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആണ്. സ്ട്രെസ് ഇല്ല, പിന്നെ കുറച്ചുകൂടി സ്പെഷ്യലൈസ്ഡ് ഏരിയ ആയതുകൊണ്ട് നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്ക് കുറേ പഠിക്കാൻ പറ്റും. പുതിയ കാര്യങ്ങൾ ഓരോ ദിവസവും നടക്കും. പഠിക്കണമെങ്കിൽ ഇന്റേണൽ ആയിട്ട് തന്നെ ട്രെയിനിങ് കിട്ടുന്നുണ്ട്, പിന്നെ അതിന് വേണ്ടിയിട്ട് ലീവ് കിട്ടുന്നുണ്ട്. പഠിക്കാൻ വേണ്ടി ലീവും ഫണ്ടും കിട്ടുന്നവരുണ്ടല്ലോ. ഉണ്ട്. അത് നമ്മൾക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിന് അവർക്ക് അതിനനുസരിച്ച് ഇത്ര ഫണ്ട് ഉണ്ടാവും. ആ ഫണ്ട് വെച്ചിട്ട് നമുക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എലിജിബിൾ ആണെങ്കിൽ നമുക്ക് പഠിക്കാം.
ഏത് കോഴ്സ് വേണമെങ്കിലും പഠിക്കാം. ഇപ്പൊ നമ്മുടെ ആവുമെന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നമ്മുടെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ചേച്ചി നഴ്സ് എൻഡോസ്കോപ്പിസ്റ്റ് ആവാൻ പോവാ. അപ്പം അത് ചേച്ചി ബാൻഡ് 6 ആയിരുന്നു ഞങ്ങളുടെ അവിടെ. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, അത് ക്ലിയർ ചെയ്തപ്പം ഇനിയിപ്പോൾ ചേച്ചി യൂണിവേഴ്സിറ്റി പോയിട്ട് അത് പഠിക്കും. അപ്പോൾ പിന്നെ ബാൻഡ് 8 ആണ്. നമുക്ക് ഭാവിയിൽ നിങ്ങൾക്ക് ഡോക്ടറാവോ? ഡോക്ടർ നമുക്ക് അങ്ങനെ ഒരു കഴിവ് നമുക്കുണ്ട്, നമുക്ക് ആഗ്രഹമുണ്ട്, നമുക്ക് പഠിക്കാൻ ഇഷ്ടമാണ് എങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് അതുണ്ട്. നിങ്ങൾക്ക് അടുത്തടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഓവറോൾ UK എത്തിയിട്ട് നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും എങ്ങനെ ഫീൽ ചെയ്യുന്നു? ഞാൻ UK ലൈഫ് കുറച്ചുകൂടെ എനിക്ക് ഇപ്പം നമുക്കൊരു ജോലി തന്നതും നമുക്കൊരു ശമ്പളം നമ്മുടെ നാട്ടിലെ കാര്യങ്ങളെല്ലാം എനിക്ക് രാജ്യം നല്ലത് മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷെ നാട് മിസ് ചെയ്യും, നമുക്ക് എപ്പോഴും നാട്ടിൽ തിരിച്ചു പോകണം തന്നെയാണ്. പക്ഷെ UK ലൈഫ് ആസ് എ പേഴ്സൺ ഒരു വളരാൻ നമുക്ക് നാട്ടിൽ കുറച്ച് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയതൊക്കെ ഇവിടെ വന്നിട്ടാണ്. ഈ ജോലി ആഗ്രഹിക്കുന്ന കുട്ടികളോടും പറയണ്ട, നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ വരിക. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പറയാനുള്ള മലയാളികളെ കണ്ടു കഴിഞ്ഞാൽ പരസ്പരം ചിരിക്കുക, വർത്താനം പറയുക. കാരണം മിക്കവരും അങ്ങനെ ചിരിക്കുകയോ സംസാരിക്കുകയോ ചെയ്യാറില്ല. ഞങ്ങൾ വിടാറുണ്ട് അല്ലേ ക്രിസ്റ്റി? UK ലൈഫ് ഓവറോൾ അടിപൊളിയാണ്. എക്സ്ട്രീം തണുപ്പായി കഴിയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഒരു ബുദ്ധിമുട്ട്. പക്ഷെ നമ്മുടെ കൂട്ടൊരാൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ വീട്ടിൽ പോകുന്നു, നമ്മൾ പുറത്തു പോകുന്നു, അവരുടെ കൂടെ കുറച്ച് എൻജോയ്മെന്റ് ആണ്. അപ്പോൾ പ്രൊഫഷണൽ ലൈഫ് അടിപൊളിയായിട്ട് പോട്ടെ, ഭാവിയിൽ ഉന്നത ഉയരങ്ങൾ എത്തട്ടെ. താങ്ക് യു. ആരെങ്കിലും എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഡൗട്ട് എങ്ങനെയൊന്ന് പറഞ്ഞു കൊടുത്തോളൂ. ഓഫ് കോഴ്സ്. ഓക്കെ. ശരി.